മുഖ്യമന്ത്രിക്ക് വേണ്ടി ട്രാഫിക് നിയന്ത്രണം വേണ്ട എന്നൊരു തീരുമാനമെടുക്കുമോ? എടുക്കും. തെലങ്കാനയിലെ പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. സ്വന്തം വാഹനവ്യൂഹത്തിൽ 15 വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വേണ്ട, ഇനി 9 വണ്ടികൾ മാത്രം മതി. എൻ്റെ യാത്ര കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നൊരു തീരുമാനത്തിലേക്ക് രേവന്ത് റെഡ്ഡി എത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കെ ശ്രീധരൻ ബംഗളൂരുവിൽ നിന്ന് നമ്മളോട് പറയും. ശ്രീധര, ഒരു റോക്കിംഗ് CM എന്ന നിലയ്ക്ക് തന്നെ രേവന്ത് റെഡ്ഡി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ചാർജ് എടുത്തപ്പോൾ മുതൽ ഇങ്ങനെ ആളുകളെ ഞെട്ടിക്കുന്ന ഓരോരോ തീരുമാനങ്ങൾ. ഇത് ആളുകളുടെ ഒരു കയ്യടി ഏറ്റുവാങ്ങുന്ന തീരുമാനമാണ്. ഒപ്പം ചില തീരുമാനങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് കേൾക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഏതായാലും ഈ മുഖ്യമന്ത്രിമാരുടെ ഈ യാത്രകൾ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ഒരു കാലം കൂടിയാണ്. കേരളത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കിയാൽ തന്നെ ഈ നവകേരള സദസ്സ് പോകുന്ന വഴിക്ക് തന്നെ ജനത്തിന് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥയുണ്ട്. ഏതായാലും അതെല്ലാം വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഇപ്പോൾ നമ്മുടെ തൊട്ടു തന്നെയുള്ള തെലങ്കാനയിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. തീർച്ചയായിട്ടും അതിന് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയയും മലയാളികളും. അതായത് മുഖ്യമന്ത്രി സാധാരണ ഈ തെലങ്കാന, കർണാടക, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പോകുന്ന കാണുമ്പോൾ നമ്മൾ ഈ തെലുങ്ക്, കന്നഡ സിനിമകളൊക്കെ കാണുന്ന പോലെ തന്നെ വലിയൊരു വാഹനവ്യൂഹം പോലെയാണ് പോകാറുള്ളത്. പ്രത്യേകിച്ച് KCR കഴിഞ്ഞ വർഷം ഈ മഹാരാഷ്ട്രയിലേക്ക് ഒരു യാത്ര നടത്തി. അന്ന് തന്നെ ഏതാണ്ട് 150-ൽ പരം കാറുകളായിരുന്നു അദ്ദേഹത്തിന് അകമ്പടിയായിട്ട് ഉണ്ടായിരുന്നത്. സാധാരണ KCRന്റെ ഒരു മൂവ്മെന്റിന് തന്നെ ഏതാണ്ട് 25-30 വാഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏതായാലും ഈ ഒരു പതിവ് തെറ്റിക്കുകയാണ് രേവന്ത് റെഡ്ഡി. തന്റെ വാഹന വ്യൂഹത്തിന്റെ എണ്ണം അത് ഏതാണ്ട് പകുതിയായിട്ട് അദ്ദേഹം കുറിക്കുന്നു. 9ഓളം വാഹനങ്ങൾ മാത്രം മതി, അതായത് അത്യാവശ്യമുള്ള വാഹനങ്ങൾ മാത്രം മതി എന്നുള്ള തീരുമാനം രേവന്ത് റെഡ്ഡി എടുക്കുകയാണ്. ഏതായാലും മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രി പോകുന്നുണ്ടെന്ന് വെച്ചിട്ട് ആ വഴിക്ക് മറ്റാർക്കും പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയൊന്നും ഉണ്ടാകരുത്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ആയിരിക്കണം തൻ്റെ സഞ്ചാരം എന്നുള്ളൊരു നിർബന്ധം കൂടി രേവന്ത് റെഡ്ഡി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സമാനമായ രീതിയിൽ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഈ തീരുമാനമെടുത്തിരുന്നെങ്കിൽ പോൽ തന്നെ അവസാനമായപ്പോഴേക്ക് ഇപ്പോൾ ഈ ഏതാണ്ട് 1 വർഷത്തിലേക്ക് ഭരണമെടുക്കുകയാണ്. ഈ സമയത്ത് ചില്ലറ ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രിയുടെ യാത്രാപഥത്തിൽ സാധാരണക്കാർക്ക് ഉണ്ടാകുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. തെലങ്കാനയിൽ അതുപോലെ അല്ലാതിരിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ഈ ആദ്യ ദിവസങ്ങളിൽ എടുത്ത ഒരു പ്രധാന പദ്ധതി സൗജന്യ വാഗ്ദാനം, അതായത് മഹാലക്ഷ്മി പദ്ധതി എന്ന രീതിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. ഏതായാലും തെലങ്കാനയിലെ സ്ത്രീകളെല്ലാം അതിനെ കൈയടിച്ച് ചിരിയോട് കൂടിയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഏതൊരു സംഭവം നടക്കുമ്പോഴും അതിനപ്പുറത്തൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ പറയാറുണ്ട്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഇപ്പോൾ സാധാരണ ഹൈദരാബാദിലെയോ അല്ലെങ്കിൽ മറ്റ് ചെറിയ നഗരങ്ങളിലേക്കോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. ഒരു ഭാഗത്ത് അല്ലേ ആരവം മുഴങ്ങുമ്പോൾ മറുഭാഗത്ത് മറ്റു ചില അസ്വാരസ്യങ്ങളും ഉണ്ട്. എന്തായാലും ഈ ട്രാഫിക് നിയന്ത്രണം വേണ്ട എന്നൊക്കെ വളരെ നല്ല തീരുമാനമാണ്. പക്ഷേ എത്ര കാലം ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് കണ്ടു തന്നെ അറിയണം. രാഷ്ട്രീയ സാഹചര്യങ്ങളാണല്ലോ മാറി മറിയാം. ശരി ശ്രീധര.